വയ്യാത്ത സമയത്ത് അപ്പൊ ദൈവം വന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ എന്നെ കാത്തോളാ പറഞ്ഞു. അതേപോലെ ഞാൻ മരിക്കാൻ പോകുന്നവൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നു. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാനെന്നുള്ളത് നമ്മുടെ പുലാപ്പറ്റ ഒരു ചോറ്റാനിക്കര ക്ഷേത്രമുണ്ട്. അപ്പൊ ഇത് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടില് പെരിങ്ങോട് നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് വന്ന പുലാപ്പറ്റയിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെത്താം. ഇവിടെ വ്യത്യസ്തമായ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെയുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചറിയാം. അപ്പൊ എന്തായാലും ഇത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും അതുപോലെ ഒരുപാട് വർഷം പഴക്കമുള്ളതുമായിട്ടുള്ള ക്ഷേത്രമാണ്. കുറെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വഴിപാട് നടത്താനും അതുപോലെ ഇവിടെ രാശി നോക്കാനും ഭഗവതി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് കുറെ ദൂരം നിന്ന് ബാംഗ്ലൂരിൽ നിന്നും മദ്രാസിൽ നിന്നും ഒക്കെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവരുടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 100-250 അമ്പലങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു. അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതും അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശത്തേക്കും ഒക്കെ ഈ ക്ഷേത്രം എത്തിച്ചേരട്ടെ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇതാണ് പുലാപ്പറ്റ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ചോറ്റാനിക്കര ഭഗവതിയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ. ഗണപതി, സുബ്രഹ്മണ്യസ്വാമി, അയ്യപ്പൻ, നാഗങ്ങൾ, വീരഭദ്രൻ, ഭുവനേശ്വരി എന്നീ ഉപദേവ പ്രതിഷ്ഠകളുമുണ്ട്. നാഗപൂജയും അഖണ്ഡനാമം, പ്രതിഷ്ഠാദിനം, മാസത്തിൽ വെള്ളരിയിടൽ തുടങ്ങിയവയാണ് പ്രധാന ആഘോഷങ്ങൾ. അലങ്കാര പൂജ, നെയ്വിളക്ക്, സന്താനഭാഗ്യത്തിന് 101 തേങ്ങയുടയ്ക്കൽ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ബാല്യത്തിൽ തന്നെ ചോറ്റാനിക്കരയമ്മയുടെ ദർശനം കിട്ടുകയും ഈ നാടിൻ്റെ നന്മയ്ക്കായി എന്നെ ഇവിടെ കുടിയിരുത്തണമെന്ന് ദേവി പറഞ്ഞതിന് പ്രകാരമാണ് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചത്. ദൃഷ്ടാന്ത ജ്യോതിഷമാണ് ഇവിടെ പ്രധാനം. അമ്മയുടെ മുന്നിൽ ചെന്നിരുന്ന് നാളും പേരും പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അമ്മ ഇങ്ങോട്ട് പറയുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുമെന്ന് ഭക്തർ പറയുന്നു. ഇതിനായി നിരവധി ഭക്തരാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേരുന്നത്. പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് കണ്ണുനീരോടെ ഭക്തർ പറയുന്നു. പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ പെരിങ്ങോട് ബസ് ഇറങ്ങി പുലാപ്പറ്റ റൂട്ടിൽ 6 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ക്ഷേത്രത്തിന് സ്വന്തമായി ഒരു ട്രസ്റ്റും അതുവഴി നിരാലംബരായി നിരവധി ഭക്തർക്ക് സഹായകമാവുകയും ചെയ്യുകയാണ് ഈ ക്ഷേത്രം. നമസ്കാരമുണ്ട്. അമ്മേ ശരണം, ദേവി ശരണം. ഞാനിവിടെ വന്നിട്ട് 10 വർഷമായി. ഞാനിവിടെ വരുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ മാനസിക വിഭ്രാന്തി എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡിപ്രഷൻ എന്ന് പറയും. ആളുകളെ തിരിച്ചറിയാതെയും ഭർത്താവിനെ തിരിച്ചറിയാതെ മക്കളെ തിരിച്ചറിയാതെ അങ്ങനെ ഒരു ജീവിതമായിട്ടാണ് വന്ന ദിവസം തന്നെ എനിക്കുള്ള മാറ്റം പറയാൻ പറ്റാത്തതാണ്. അന്നത്തെ ദിവസം തന്നെ ഉറക്കമില്ലാത്ത 6 മാസം ഞാൻ അമ്മയെ വന്ന് കണ്ടതോടുകൂടി അന്ന് രാത്രി ഉറങ്ങി. എന്റെ ജീവിതം പല പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ കുടുംബമാണ് ജീവിതമാണെന്ന് പഠിപ്പിച്ചു തന്നത് എനിക്ക് ഈ അമ്മയാണ്. എന്റെ വീട്ടില് വിളക്ക് വെക്കുന്ന നേരത്ത് വേണ്ടാത്ത വിധത്തിലുള്ള മദ്യസൽക്കാരങ്ങള് അങ്ങനെയുള്ളതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അമ്മ കയറിയ പിന്നെ നാമജപങ്ങളല്ലാതെ വേറൊന്നുമില്ല. ഇന്ന് ഞാനൊരു ഷോപ്പിൽ നിൽക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നത് സഹസ്രനാമം ചൊല്ലുന്ന ആളാണല്ലേ എന്ന്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ലളിതാ സഹസ്രനാമം മുടങ്ങാതെ ചൊല്ലുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ഈ നിലയിൽ എത്തിച്ചു തന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയാൻ പ്രാപ്തിയാക്കി തന്നതും അമ്മയാണ്. എപ്പോഴും പേടിച്ച് പിന്നോക്കം മാറി നിൽക്കുന്നത് ഉള്ള ധൈര്യം തന്നത് എന്റെ ചോറ്റാനിക്കര അമ്മയാണ്. എന്നെ കൈവിടാതെ എന്റെ കുടുംബം, എന്റെ മക്കളെ ഒരു മുള്ള് കൊണ്ടുപോലും അമ്മ വേദനിപ്പിക്കുക. വേദന വരുന്ന മുന്നേ അമ്മ പറയും രാധേ തുടങ്ങണില്ല. അത് കേട്ടാൽ മതി. അത്രയും ഞങ്ങൾ വിളിക്കുന്നുണ്ട്. കുടുംബസമേതം മക്കളായിട്ടും മുടങ്ങാതെ മാസം വന്ന് തൊഴുതിയിട്ട് പോണ ഭക്തരാണ് ഞങ്ങള്. അമ്മ കൈവിട്ടിട്ടില്ല, എന്നെ വിടൂല്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും അമ്മയ്ക്കും കാർത്തിയായനി ദേവി അമ്മയ്ക്കും എല്ലാവർക്കും കോടി നമസ്കാരം. ഇവിടെ ചോറ്റാനിക്കരമ്മയുടെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഇത് 25ാമത്തെ കൊല്ലാണ്. ഈ 25 കൊല്ലത്തിന്റെ ഉള്ളില് കോടി ആൾക്കാർ എവിടുന്നൊക്കെയാണ് വന്നിട്ട് ഈ മുറ്റം നിറയെ ഉണ്ടാവും. ഇന്നൊക്കെ കമ്മിയാണ്. അത്രയും ജനങ്ങൾക്ക് മാറ്റിയാൽ മാറാത്ത അസുഖങ്ങള് കാലങ്ങളോളം ഇവിടെ കൊടുത്തിട്ട് കിടത്തി ചികിത്സ നോക്കിയിട്ട്, അതുപോലെ നമ്മുടെ മരുന്ന് ഗിരിജമ്മ കൊടുക്കുന്ന മരുന്ന് അതെല്ലാം കഴിച്ച് തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാർ, നടക്കാൻ വയ്യാത്ത ആൾക്കാര്, നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം കൂടി ഒരു ചെറിയ കുട്ടിയെ കൊടുത്തിട്ട്
എന്നിട്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് ഇവിടെ തന്നെ നിർത്തി അമ്മ വേണ്ട പോലെ ചികിത്സ കൊടുത്ത് എന്നിട്ട് മാറ്റിയിട്ടാണ് പറഞ്ഞത്. അതേപോലെ ഇവിടെ ആദ്യമായിട്ട് ഇവിടെ പ്രതിഷ്ഠാ ദിനം ഓരോ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഞാനിങ്ങനെ അംഗനവാടിക്കൊന്ന് വെറുതെ സർവേ എടുക്കാൻ വന്നപ്പോ ഇങ്ങനെ വന്നാണ്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ മകന്റെ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് പോയി. അത് ആഴ്ചയിൽ തന്നെ ശരിയായി. അതേപോലെ ഇവിടെ ആകണ്ഠനാമം, അതുപോലെ പൂജകള്, പിന്നെ സഹസ്രനാമ പൂജകള്, ഇതെല്ലാം ആദ്യമായി തുടങ്ങി വെച്ചത് ഞാനാണ്. ഇവിടെ വന്നിട്ട് നാമം ചെല്ല് ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ കൂടെ ഒരുമിച്ച് കൊടുത്ത ആൾക്കാരെല്ലാവരും സഹകരിച്ച് ഇവിടെ നിറയെ ഇരിക്കാൻ പൂജയ്ക്ക് 19 ആൾക്കാരുണ്ടായിരുന്നു ആദ്യം നടത്തിയ പൂജയ്ക്ക്. അതേപോലെ ഇവിടെ നമ്മൾ ചോറ്റാനിക്കര നമ്മുടെ അടുത്ത് എന്ത് പ്രാർത്ഥിച്ചാലും അതപ്പോ ആ നിമിഷം കൊണ്ട് നേരെയാണ്. എന്റെ മക്കളൊക്കെ, എന്റെ രണ്ടാമത്തവനൊക്കെ കുറച്ച് കുസൃതിക്കാരനാണ്. അവനെ ഓരോ വട്ടവും പലപ്പോഴും ഇങ്ങനെ സാഹചര്യങ്ങളനുസരിച്ച് അവനെ എങ്ങനെ കിട്ടുമെന്നുള്ള സംശയം കൂടി എനിക്ക് വന്നു. അതിന്നൊക്കെ എവിടെ പോയിടത്തുനിന്നൊക്കെ അവനെ അമ്മ ഇവിടുന്ന് വീട്ടിക്കോ എന്ന് പറഞ്ഞാച്ച് അവിടെ പോയി അമ്മ വിളിച്ചുണർത്തി എന്റെ വീട്ടിക്ക് തന്നെ പറഞ്ഞാച്ച് അവൻ ഇപ്പോഴും ദുബായിൽ സുഖമായി ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തോ 2-3 ദിവസമായി എന്തോ മിഷീൻ എന്തോ വീണിട്ട് കയ്യിന് കാലിനൊക്കെ കുറച്ച് സുഖം പോരാത്ര. അപ്പൊ ഈ അമ്മയെ പ്രാർത്ഥിച്ച ആർക്കും നഷ്ടം വരില്ല. ഇന്നലെ ഇവിടെ അകണ്ഠനാമം ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോ എനിക്ക് എന്റെ കണ്ണിന് കുറച്ച് സുഖം പോരായിരുന്നു. എന്തോ ഒരു കരടിങ്ങനെ മറിഞ്ഞുകൊണ്ട് ഒരാഴ്ചയ്ക്ക് തുടങ്ങിയിട്ട് എന്നാലും അകണ്ഠനാമം പകുതിയാകുമ്പോഴേക്ക് എന്റെ കണ്ണിലത്തെ അസുഖം മാറി. അതേപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിമിഷം കൊണ്ട് അമ്മ പറിച്ചു മാറ്റി. ഇനി നമുക്ക് അസുഖം ഉണ്ടാവില്ല, നമുക്ക് വീട്ടിൽ പോയി ആരോഗ്യത്തോടു കൂടി ജീവിക്കാം. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഉള്ളത്. ഇന്നേക്ക് 25 കൊല്ലമായി തുടങ്ങി. 25 കൊല്ലവും ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും എന്റെ ഭർത്താവ് ഉണ്ടാവാറുണ്ട്. അവരാണ് ഇവിടെ ആദ്യം എല്ലാവരും ഓടി വരും. ഇപ്പൊ അവരില്ലാത്തോണ്ട് ഇത് മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ ഓടി വന്നു. പക്ഷെ അവര് നാമം ചെല്ലണതിന്റെ അടുത്ത കൂടെ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല. എന്നാലും ആ സമയം എത്തിയപ്പോ എന്റെ കണ്ണിൽ വെള്ളം വന്നു. അങ്ങനെ ആർക്കും എന്ത് പ്രാർത്ഥിക്കാനുണ്ടോ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും സംഗതി നടക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക വെച്ചെങ്കിൽ അമ്മയ്ക്ക് ദേവീനെ എല്ലാവരെയും മക്കളെ കാണണ്ടേ. അപ്പൊ ആ കണ്ട് പ്രാർത്ഥിക്കുമ്പോ കുറച്ചും കൂടിയും ഗുണമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറയാനുണ്ട്. അപ്പൊ ഏത് കാര്യം നമുക്കൊരു നിമിഷം കൊണ്ട് അമ്മ ശരിയാക്കി തരും. അത് നമ്മൾ വിശ്വസിച്ചാ ചതിക്കില്ല. അപ്പൊ നമ്മള് ഏതോ പോട്ടെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാ പോരാ. അമ്മയെ കാര്യമായിട്ട് മനസ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ കൂടെ ഉണ്ടാവും. ഏതാപത്തു നിന്നും നമ്മളെ നീക്കി കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട്. നമസ്കാരം, ഞാൻ ലാപ്പറ്റ് രമേശൻ. ഈ അമ്പലത്തിന്റെ തുടക്കം മുതൽ എൻ്റെ അച്ഛനായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രതിഷ്ഠ മുതൽ ഇവിടുത്തെ വാദ്യങ്ങളെല്ലാം അച്ഛനാ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ കാലശേഷം ഞാനാണ് ചെയ്യണത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ജോത്സ്യുണ്ട്, അതേപോലെ അസുഖങ്ങൾക്കുള്ള ചികിത്സ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അനുഭവം പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് മാറിയിട്ടുള്ള അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ പറയുണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ അമ്മയെ വിചാരിച്ചാൽ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങളെല്ലാം നടക്കും. അതിനനുസരിച്ചിട്ട് നമ്മൾ നിൽക്കുകയും ചെയ്താൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. അപ്പോ പ്ലാപ്പറ്റയിലുള്ള ചെറിയൊരു അമ്പലമാണ്. അമ്മേ ശരണം, ദേവി ശരണം. ഞാൻ പ്ലാപ്പറ്റയിൽ വന്നിട്ട് ഞാൻ പൊള്ളാച്ചി എന്നാ പറഞ്ഞത്, തമിഴ്നാട്ടിൽ പൊള്ളാച്ചി എന്നാ പറഞ്ഞത്. എന്റെ അനുഭവം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിലാണ് വന്ന് എത്തിയത്. പക്ഷെ എത്തിയ പിന്നെ ഈ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ പടിയിലായി കയറി വരുന്നതാണ് ഞാൻ. എൻ്റെ കഷ്ടപ്പാടൊക്കെ മാറി ഇപ്പൊ ഞാൻ നല്ല നിലയിലിരിക്കുകയാണ്. ഇപ്പൊ ഞാനും എൻ്റെ കുട്ടികളും ഉള്ള സുഖം എല്ലാം സുഖം തന്നെ. ഇപ്പൊ എനിക്ക് വയ്യാത്ത സമയത്ത് അപ്പൊ ദൈവം വന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ എന്നെ കാത്തോളാ പറഞ്ഞു. അതേപോലെ ഞാൻ മരിക്കാൻ പോകുന്നവൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ നമ്മളുടെ അടുത്ത് വെച്ചിട്ടുള്ള വിശ്വാസം അമ്മ എന്നെ അനുകരിച്ചത്. ഇത് എന്നും എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു സംഭവം. ഇത് മേത് ഒന്നുമില്ല. എന്റെ ജീവനെ രക്ഷപ്പെടുത്തി കൊടുത്തത് അമ്മ. എന്റെ മകളുടെ കല്യാണം അതേപോലെ അമ്മ പറഞ്ഞ പോലെ നടത്തി കൊടുത്തു. ഞാൻ അതിന്റെ
ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നിട്ട്. ഓരോരോ ദിവസം ഓരോരോ മുന്നേറ്റങ്ങളും അമ്മയ്ക്കൊണ്ടാണ് ഞങ്ങൾ ജീവിതം. എന്റെ ഭർത്താവിന്റെ ജീവിതം തിരിച്ചു തന്നത് അമ്മയാണ്. അമ്മ ഞാൻ വന്നിട്ട് വളരെ മോശത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ അമ്മയാണ് ഈ ജീവിതം തിരിച്ചു തന്നത്. ഞങ്ങൾ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടിരുന്ന കുടുംബമാണ്. ഇവിടെ വന്ന പിന്നെയാണ് എല്ലാം കൊണ്ടും മെച്ചപ്പെട്ടത്. നല്ല എത്തി. ഇപ്പൊ നമ്മുടെ സഹായം കൊണ്ട് എല്ലാം ഉണ്ട്. സകല സൗഭാഗ്യമുണ്ട്. അതുകൊണ്ട് എന്നും മറക്കാൻ കഴിയാത്ത ഒരു അമ്മയെ കിട്ടി ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഭാഗ്യം. ഭാഗ്യം അതെന്ന് പറയുന്നത്. ഒരു 2008 തോന്നുന്നു ഇവിടെ ഒരാള് പറഞ്ഞിട്ട് എത്തിയതാണ്. പേര്, നാളെ, ജന്മനക്ഷത്രം അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ എല്ലാം അമ്മ നമ്മുടെ ചരിത്രം എങ്ങോട്ട് പറയും. നമ്മളെ ഇതുവരെ നമുക്കവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാ കാര്യം സത്യം. അപ്പൊ എനിക്ക് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ടതാണല്ലേ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പക്ഷെ എനിക്കിത് അറിഞ്ഞപ്പോൾ അത്ഭുതമായി. ഈ സത്യം ദൈവം എന്താണെന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിനപ്പുറത്തേക്ക് ഞാനൊരു ലോകത്തെത്തിയപ്പോ ഞാൻ മനസ്സിലാക്കിയ സത്യം എനിക്ക് കുറച്ച് പേരോട് അറിയിക്കണം എന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഞാനൊരു 5-8 പേരെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 5-8 പേര് പോരാ, ഒരു 10 പേരെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പൊ അവരൊക്കെ ഇവിടെ വന്നിട്ട് അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. എല്ലാ സത്യവും എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറയണു വരി അതുകൊണ്ട് അത്ഭുതമാവുകയാണ് ചെയ്തത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. എല്ലാം അമ്മയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്ത് കാര്യത്തിനും അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. അമ്മ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോന്നോളാം. എനിക്ക് അമ്മയെ പറ്റിയിട്ട് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത്ര അമ്മയെ പറ്റി പറയാനോ അല്ലെങ്കിൽ നമ്മുടെ അത്ഭുതങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അത്ര അനുഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എത്രത്തിലും ദൃഷ്ടാന്തത്തിൽ തന്നെ അമ്മ വന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നാളൊക്കെ ഒരു അത്യാപത്താവാൻ പോവുകയാണ് പറഞ്ഞാൽ ഞാൻ അവരെ വിളിച്ചു പറയാണ്, നോക്കൂ നമുക്ക് ഇങ്ങനെ കപ്പലിൽ പോണ ഒരാളുണ്ട്, അയാൾക്ക് ഇങ്ങനെ അത്യാപത്താണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നടന്നിരിക്കും അത്. അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരുപാട് വർണ്ണിക്കാനുണ്ട് അമ്മയെ പറ്റിയിട്ട്. പിന്നെ ഇവിടുത്തെ അനുഭവങ്ങളെല്ലാം ഭക്തജനങ്ങൾ വന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്കും അത്രമാത്രമേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് അമ്മയെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല, അത്രയും വാക്കുകളുണ്ട്. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? 25. ഇപ്പൊ ഇന്നേക്ക് 25 വർഷമായി. 25 വർഷം പഴക്കമുണ്ടല്ലേ. ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുമോ? വരാണ്ടായ ഒരു കാരണത്തെ കുറിച്ച് അറിയാലോ. എനിക്ക് 16 വയസ്സിൽ കിട്ടിയതാണ് ഈ സിദ്ധി. 16 വയസ്സിൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇന്റർവെല്ലിനൊക്കെ വിടുന്ന സമയത്ത് കല്ല് വെച്ചിട്ട്, അമ്മയുടെ അവിടെ ഉള്ളവരൊക്കെ പറയും, കല്ല് വെച്ചിട്ടും ഈ കമ്മ്യൂണിസ്റ്റിന്റെ ചെടിയില്ലേ അത് വെച്ചിട്ട് പൂവുണ്ടാക്കിയിട്ടൊക്കെ അങ്ങനെ കളിച്ചിരുന്നു. പിന്നെ എന്തെങ്കിലും മത്സ്യമാംസങ്ങളോ അശുദ്ധിയായി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തളർന്നു വീഴുക, അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ സർപ്പങ്ങള് അഞ്ജനമണിനാഗാണ് ദേഹത്ത് ആദ്യം കയറിയിരുന്നത്. ദേഹത്ത് കയറിയപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വലിയ സന്താനത്തിനെ കൂടെ ഒരു ഭഗവതി ഉണ്ട്, ആ ഭഗവതിയെ മാറ്റി എത്തണമെന്നൊക്കെ പറഞ്ഞു. സാക്ഷാൽ ശരിക്കും പറഞ്ഞ ഭഗവതി ഞാൻ കണ്ടതാണ്. ചെറിയ റോസ് കളർതായി ഈ കളറുള്ള ഡ്രസ്സ് ഇട്ട് വന്ന് എന്റെ മുമ്പിൽ വന്ന് ഈ ദേശം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി വിട്ടിട്ട് പോവില്ല എന്ന് പറഞ്ഞു. അപ്പൊ മാമന്മാർക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നില്ല, ബാലമാമയ്ക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, നമുക്ക് പറ്റിയതല്ല, അതുകൊണ്ട് ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിച്ചു. പക്ഷെ വിട്ടില്ല. ഞാൻ ഈ സന്താനത്തിന്റെ ദേഹത്ത് പോകണമെങ്കിൽ എന്നെ ഇതുപോലെ പ്രതിഷ്ഠിക്കണം, ആ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ സന്താനത്തിന്റെ ദേഹത്ത് പോകുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം. അത് ചെറിയൊരു ക്ഷേത്രമായിരുന്നു. 41 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യവും ശരിയാക്കി തരണം പറഞ്ഞു. ആ 41 ദിവസം എന്ന് പറഞ്ഞ 41 ദിവസത്തേക്ക് ശിവകാശിയിൽ നിന്ന് ഒരാള് വന്നു, ഒരു ഭക്തൻ. ആ ഭക്തനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ആദ്യം ഫസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നെ തുടർന്ന് നാനാഭാഗത്തുനിന്നും വരാനും പോകാനും, അതിൽ കുറെ അപകീർത്തികളും ചില ദുഷ്പേരുകളൊക്കെ നമുക്ക് കേൾക്കുമല്ലോ. അതൊന്നൊക്കെ തരണം ചെയ്ത് ഏതും നമ്മൾ വില വെക്കാതെ കൊണ്ട് അമ്മയെ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട് ഇന്ന് വരയ്ക്കുമായിരുന്നു. നാളേക്കും അതന്നെ തുടർന്ന് പോകാൻ തന്നെ ആഗ്രഹം. ഇതൊന്നൊരു മാറ്റവും ഇല്ല. ഇവിടെ എന്തൊക്കെ പ്രതിഷ്ഠകളുള്ളത്? ഇവിടെ ഗണപതി, സുബ്രഹ്മണ്യസ്വാമി, അയ്യപ്പസ്വാമി, നാഗങ്ങള്, വീരഭദ്രസ്വാമി, ചോറ്റാനിക്കരമ്മ, ഭുവനേശ്വരി. ഇവിടുത്തെ പ്രധാന വിശേഷങ്ങള് മെയ് മാസം പ്രതിഷ്ഠാദിനം, ചോദ്യനാൾക്ക് പ്രതിഷ്ഠാദിനം, അയ്യപ്പ വിളക്ക് പൂജ, നാഗപൂജ, മാസരി വെള്ളരിടല്, അഖണ്ഡനാമം. വീരഭദ്രസ്വാമിക്ക് സ്പെഷ്യലായിട്ട് ഗുരുതി, മാറാവ്യാധികള്, സ്കിന്നിന് അലർജി ഇല്ലെന്ന് അതൊക്കെ മാറുന്നത് വീരഭദ്രസ്വാമിക്ക് ഗുരുതിയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാ? പ്രധാന വഴിപാട് അമ്മയ്ക്ക് അലങ്കാര പൂജ, നെയ്വിളക്ക്, പിന്നെ ശത്രുസമാര പുഷ്പാഞ്ജലികള് ഏറ്റവും വലുത്. പിന്നെ സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ 101 തേങ്ങ ഉടയ്ക്കാൻ പറയും. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സന്താനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങള്.
പിന്നെ ഗുരുതിയാണ് ഫേമസ്. ആ ഗുരുതിയിൽ പങ്കുചേർന്ന് കഴിഞ്ഞാൽ നാലുകാലികളുടെ ധനനഷ്ടങ്ങള്, വ്യാപാരാഭിവൃദ്ധി ഇതൊക്കെ ഉണ്ടാവുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെയ്തു കൊടുക്കാനുള്ള ഗുണങ്ങള് ഭക്തന്മാർ ഇവിടെ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോ ദൂരത്തുനിന്നല്ല ആളുകൾ വരിക. അപ്പൊ അവർക്ക് ചിലപ്പോ വരാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഇവിടെ ഓൺലൈനിൽ വഴിപാട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ? ചെയ്തു കൊടുക്കും. ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വിട്ടാനുള്ള സംവിധാനം അമ്മയെ പ്രാർത്ഥിച്ചാൽ കിട്ടാറുണ്ട്. ഇതെന്നല്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഓരോരോ അനുഭവങ്ങൾ ഇവിടുന്ന് കിട്ടാറുണ്ട്. അപ്പൊ ഇനി വീണ്ടും തുടർന്ന് അമ്മ ഞങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരട്ടെ.